നമസ്കാരം, ഗുഡ് ഈവനിംഗ്, വെൽക്കം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ലെറ്റ്സ് വെൽക്കം എ ഗ്രാൻഡ് ഓപ്പണിംഗ് എപ്പിസോഡ് ഓഫ് ബോയിങ്. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ഇതാദ്യമായി ഒരു ഷോ എന്ന രീതിയിൽ ഒരു അമ്യൂസ്മെന്റ് പാർക്കിനെ ഒരു ഷോയിൽ ഇൻഡോർ കൊണ്ടുവന്നിരിക്കുകയാണ്. വ്യത്യസ്തമാർന്ന ഷോ. ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെല്ലാം പെൺകുട്ടികളാണ്. മറ്റൊരു പ്രത്യേകത, എന്റെ കൂടെ കോ ആങ്കർ ആയിട്ട് വരുന്നത് ബ്യൂട്ടിഫുൾ ആൻഡ് ലവ്ലി നല്ലൊരു പെൺകുട്ടിയാണ്. അപ്പം നിങ്ങൾ വെയിറ്റിംഗ് ആണ്, ഞാൻ വെയിറ്റിംഗ് ആണ്, അപ്പം നിങ്ങൾ കാണുന്ന പ്രേക്ഷകരും വെയിറ്റിംഗ് ആണ്. അപ്പം തീർച്ചയായിട്ടും ലെറ്റ്സ് വെൽക്കം ദ ബ്യൂട്ടിഫുൾ ആൻഡ് ഗോർജിയസ് കോ ആങ്കർ ഫ്രം ബോയിങ്. എടേ, നീ ദീപനല്ലേ? നീ എന്താ ഇവിടെ? എടാ, ഞാനാണിത് ഹോസ്റ്റ് ചെയ്യുന്നത്. ഞാനൊരു പെൺകുട്ടി. ഹലോ ഡയറക്ടറെ, അല്ല നിങ്ങളല്ലേ പറഞ്ഞത് ഞാനാ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഞാനാ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ഷോയിൽ വരുന്നതിന് മുമ്പ് നമ്മളൊരു ഡീൽ ഉണ്ടായിരുന്നു. കാരണം നിങ്ങൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നല്ല പെൺകുട്ടികളാണ്, അതുപോലെ തന്നെ ഷോയിൽ എൻ്റെ കൂടെ ആങ്കർ ചെയ്യുന്ന നല്ലൊരു പെൺകുട്ടിയാണ്. അപ്പം ഞാൻ മാത്രമേ ഇതിനകത്ത് ഒരു ആണായിട്ട് ഒരു തരിയായിട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഇതെന്ത്? അല്ല, നിങ്ങൾ എന്നോടും പറഞ്ഞിട്ടുള്ളത് ഇവിടെ വരാൻ പോകുന്നത് സുന്ദരിമാരുടെ പടയാണ്, നിന്റെ കൂടെ അടാറ് സുന്ദരിയാണ് നിൽക്കാൻ. ഇതാണ് ഞാനൊരു കാര്യം പറയാം, ഞാൻ സീരിയസ് ആയിട്ട് പറയണം. ഞാൻ വലിയ പ്രതീക്ഷയിൽ വലിയ ആഗ്രഹത്തോടെ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് എപ്പിസോഡ് വെൽക്കം ചെയ്തിട്ട് രണ്ടുപേരുമാണ് ഈ ഷോ ആങ്കർ ചെയ്യുന്നത്. ഐ എം റിയലി സോറി. കാരണം ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് ഭയങ്കര എനർജിയോട് വന്ന് ഇവിടെ ഒന്ന് ആങ്കർ ചെയ്യുന്നപ്പോൾ ഇവനെ പോലെ തന്നെ എനിക്ക് ഷോ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് തീരെ താല്പര്യമില്ല ഡയറക്ടർ സാർ. ഇതിലും വലിയ കളികൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ എന്റെ ഹൈറ്റെങ്കിലും വേണ്ടേ സാർ? നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിനകത്ത് എന്തായാലും പങ്കെടുക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 6 പെൺകുട്ടികളാണ്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലല്ല, നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് താല്പര്യമില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും പണിയെടുക്കുന്നത് നല്ലത്. ഞങ്ങൾ നല്ല കൊള്ളാവുന്ന ആങ്കേഴ്സിനെ വെച്ച് ആങ്കർ ചെയ്തോളാം. ഒരിക്കൽ കൂടെ നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ്മെന്റിലാവാം. അന്നൊരു വീഡിയോ ചെയ്തു എന്നല്ലേ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോ അങ്ങോട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യാം, ഇവനെ നമുക്ക് മാറ്റാം. ഇവനെ മാറ്റിയിട്ട് നമുക്കൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ബയോഡേറ്റ ഉണ്ട് സാർ. എന്റെ കയ്യിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് സാർ. നിങ്ങൾ രണ്ടാളും പോയിക്കോ, അതാ നല്ലത്. ഇതിനെക്കാട്ടി നല്ല ബയോഡാറ്റ എന്റെ കയ്യിലുണ്ട്. എന്നാ പിന്നെ അങ്ങേര് ഒരു ഇടയ്ക്ക് നടക്കും. എന്തായാലും ഇവിടെ വരെ എത്തിയില്ലേ, ഇനിയിപ്പോ കുറച്ചു കാലം ഇങ്ങനെ അങ്ങോട്ട് പോവാ. കുഴപ്പമില്ല സാർ, ഞങ്ങൾ എന്നെ പൊയ്ക്കോളാം. പക്ഷെ എന്തായാലും വേറൊരു കാര്യം, വരാൻ പോകുന്ന പെൺകുട്ടികളല്ലേ സാർ? ഇനി ആകെയുള്ള ഒരു പ്രതീക്ഷ സാർ, എന്തായാലും ഈ വേഷമൊക്കെ കെട്ടി വന്നതില്ല. എന്തായാലും ഞങ്ങൾക്കൊരു മാസ് എൻട്രി വേണം. കാരണം വന്നതൊരു ഇഷ്ടമായില്ല. വി വിൽ കം ബാക്ക് വിത്ത് എ ബാങ്. റെഡിയാണോ സാർ? ഞാൻ റെഡിയാണോ? അടുത്തതായി തൊണ്ണൂറ്റിയും സംഘവും അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ്. പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു ആയോ, പാലൊന്നു തായോ, പാലത്തിൽ കൂടെ പാഞ്ഞൊന്നു ആയോ. മണ്ണിന്റെ മണമുള്ള കവിതകളാണ് എന്റെ. അകത്ത് എഴുതിയിട്ട് കുഴിച്ചിടൂ. പാടിയ പാട്ട് നീ കേട്ടോ, പാടാതെ ഉറഞ്ഞു കേട്ടോ. ബൈ ദ ബൈ മിസ്റ്റർ ദീപൻ, നമ്മളിനി ഒരുമിച്ച് ഒരു ഷോ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോ സ്വാഭാവികമായിട്ടും എന്റെ കഥകൾ നിനക്കും നിന്റെ കഥകൾ ഒരുവിധമല്ല എനിക്കും അറിയാം. നിനക്ക് എന്നോടൊരു ശത്രുത ഓൾറെഡി ഉണ്ട്. സൂരജ്, ഞാനൊരു കാര്യം പറയാം. എന്തായാലും ഇനിയിപ്പോ നിന്നെ സഹിച്ചേ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഇതൊന്നും നിന്നെ മാറ്റില്ല. അപ്പൊ ഒരു കാര്യം, എന്തായാലും നമ്മളിങ്ങനെ ആയിപ്പോയെങ്കിലും പെൺകുട്ടികളോട് എന്തായാലും വരും. പക്ഷേ നിന്റെ കോഴി സ്വഭാവം എടുക്കരുത്. ഞാൻ കണ്ടീഷൻസ് കുറച്ചുണ്ട്. ഇവിടെ പ്രശ്നമല്ല, ഇത് ഷോ പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ്. അതാ ഞാൻ പറഞ്ഞ സുന്ദരിമാരായുള്ള പെൺകുട്ടികൾ വരുമ്പോൾ ഞാൻ കുറച്ച് പഞ്ചാരയൊക്കെ അടിച്ചു എന്ന് വരും. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു ഡീൽ എത്തണം, ഒരു അഗ്രിമെന്റ്. ഓക്കെ, നിന്റെ കാര്യം ഇപ്പൊ എല്ലാം എനിക്കറിയാം. നിന്റെ രഹസ്യങ്ങൾ അറിയാം, നിന്റെ പുറത്തുള്ള ദോഹയിലെ വിശേഷങ്ങൾ എനിക്കറിയാം, നിന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മളായിട്ട് കളയണ്ട, ആ എഗ്രിമെന്റ് കടമ്പയിലോട്ട് കടക്കാം. ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാം നമുക്ക് തമ്മിൽ, നമ്മൾ മാത്രം അറിയാം. എന്തെങ്കിലും നിന്റെ കയ്യിരിപ്പുണ്ട്, നീ വല്ല സ്വഭാവം കാണിച്ച അന്ന് നിന്നെ മോനെ ആ എഗ്രിമെന്റ്. അതുപോലെ ആ എഗ്രിമെന്റ് ഞാനും എടുത്ത് വീശും. എന്തേ, നിനക്ക് മാത്രം ബാധകല്ലേ? പിന്നെ എടാ എഗ്രിമെന്റ് പക്ഷേ ഞാൻ കീപ്പ് ചെയ്യും. ഒരു വിശ്വാസം. ഓക്കെ, ഡൺ.
എന്താണ് വായിച്ചേ? ദോഹയിൽ നിന്ന് സൂരജ് ദീപനുമായിട്ട് തയ്യാറാക്കുന്ന എഗ്രിമെന്റ്. ബാക്കി കുറച്ച് സ്പേസ് ഉണ്ട്, അതിപ്പോ നമുക്ക് സമയമില്ലടാ, ഷോ തുടങ്ങാൻ സമയമായി. നീ എന്തായാലും ഒപ്പിട്, സമയം കളയാം. നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവോടെ? ഒപ്പിട്, നീ വിശ്വസിക്കാൻ കൊള്ളാവോ എന്നെ? ഇവിടെ അളിയ ഒപ്പിടാ. എടാ ഒരു പാട്ട് കേട്ടോ? ഒപ്പിടാ. അല്ല ഇപ്പൊ ഒരു ഇവിടെ മര്യാദയ്ക്ക് ഒപ്പിടാ, അങ്ങോട്ട് ഒരു സമയം കളയുന്നത്. എടാ ഇതിന്റെ ഇത്രയും ബ്ലാങ്ക് സ്പേസ് നീ എന്താ ചെയ്യാന്ന് എനിക്ക് നീ പിടിയിട്ടില്ല. എടാ എപ്പോഴും ഒരു പേപ്പർ കൺജസ്റ്റ് ആക്കാൻ പാടില്ല, കുറച്ച് സ്പേസ് കിടക്കട്ടെ. അല്ല അതിലിപ്പോ സംഭവം എഴുതാണ്ട് നീ ഇങ്ങനെ വേറൊന്നും എഴുതില്ല. ഇനിയിപ്പോ അളിയാ നീ എന്റെ കൂടെ അല്ല, ഇതിലിപ്പോ നിന്റെ ഒപ്പ് വേണ്ടേ? ആരാ നിന്റെ ഒപ്പ് വേണ്ടേ? എടാ ഇപ്പൊ ഷോ തുടങ്ങണ്ട, എന്റെ ഒപ്പൊക്കെ പഴുതൊക്കെ നമുക്ക് വഴിയേ ഇടാം. അതെന്താ പരിപാടിയാ? ഞാൻ ചോദിക്കട്ടെ, നിന്റെ ഒപ്പില്ലെങ്കിൽ ഇത് ശരിയാവോ? അന്ന് ഞാൻ സൂക്ഷിച്ചപ്പോരെ. നിനക്ക് ഞാനുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അല്ല ഇതിപ്പോ ഞാൻ ഒപ്പിട്ടതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാ പോരെ? എന്നാല് എടാ ഞാൻ റൂമിൽ ചെന്നിട്ട് കോപ്പി തരാം, നീ ഒന്ന് അടങ്ങ്, നമുക്ക് ഷോയിലേക്ക് പോവാം. മനസ്സിലായില്ലേ? അപ്പോ നമുക്ക് ഒരുമിച്ച് ഒരു നല്ലൊരു വെൽക്കം പറഞ്ഞ് ബോയിങ് നമുക്കൊരു സംഭവം കൊണ്ടുവരണ്ടേ? ലെറ്റ്സ് വെൽക്കം വൺസ് അഗൈൻ ദ ഗ്രാൻഡ് ഓപ്പണിംഗ് എപ്പിസോഡ് ഓഫ് ബോയിങ്. സൂരജേ, അപ്പൊ എന്തായാലും നീയും ഞാനും ഈ ബോയിങ്ങില് രണ്ട് ടീമായിരിക്കും. ടീം എ എനിക്കാണ്. നിന്റെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് എ പറ്റുള്ളൂ. എന്റേത് ടീം ബി. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ദ വണ്ടർഫുൾ ടീം എ ആൻഡ് ടീം ബി. എനിക്കിപ്പോ ഒരു കാര്യം പിടികിട്ടി. നീ മനഃപൂർവ്വം പണി തരാനുള്ള ഉദ്ദേശത്തോടെയാണ് വരുന്നത് അല്ലേ? ഒരു വകയില്ല മോനെ, ഇതൊക്കെ ഒരു ലക്ക് ഫാക്ടർ കൂടെ. നീ സുന്ദരിമാരെ ഇറക്കുന്നുണ്ട്, ഇത് ഏത് സുന്ദരിയാണ്? അവര് സുന്ദരിമാരാണ്, പക്ഷെ ആ സുന്ദരിമാർക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ, അതാണ് കൊച്ചിൻ ഫ്രീക്കൻ ബഷീർ ബാഷി. നിന്നെ സമ്മതിക്കണം മോനെ, നിന്റെ ടീമിൽ 3 പെമ്പിളർ നിർത്തിയിട്ട് ഇവൻ എന്റെ ടീമിലാക്കി എന്തിനാ? അതാണ് എനിക്ക് മനസ്സിലാവാത്ത. എടാ എനിക്ക് അവരെ രണ്ടുപേരും നിന്റെ ടീമിൽ തരാൻ താല്പര്യം ഇല്ലായിരുന്നു, കാരണം എനിക്കൊന്ന് പേടിയാണ്. അപ്പൊ ഞാൻ പിന്നെ ആലോചിച്ചപ്പോ ഏക പോകുമ്പോഴേ അവരുടെ സുന്ദരനായ ഭർത്താവിനെ കൊണ്ടുവരുന്നതിനെ. ഓ, ഈ 2 പെൺകുട്ടികളെ എന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് അവരെ നോക്കാൻ വേണ്ടി അവരെ ഭർത്താവിനെ ഇട്ടു. നീ ഭീകരനാടാ, കൊടും ഭീകരനാടാ. ഓക്കെ, ഇനി ഈ സൈഡിലിരിക്കുന്ന ചുണക്കുട്ടികൾ 3 പേരുണ്ട്. നമ്മൾ ഒരു ഫാമിലി ഷോയിൽ പങ്കെടുത്ത സമയത്ത് നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും പുറത്ത് നടന്നു. ആ ഷോയിൽ നടക്കുന്ന സമയത്ത് നീ ഞങ്ങളെ പറ്റി പറഞ്ഞതും ഷോയെ പറ്റി പറഞ്ഞതും ഒട്ടും ശരിയായില്ല. നിങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്കത് അറിയാൻ താല്പര്യമുണ്ടോ? അപ്പൊ തീർച്ചയായിട്ടും, കാരണം ആ വീഡിയോ ഒരിക്കൽ കണ്ട് ഞാൻ ഞെട്ടിയതാണ്. അപ്പൊ ഞെട്ടാനായിട്ട് നിങ്ങളും തയ്യാറായിക്കോളൂ. അത് പറഞ്ഞത് ഞാനാണെങ്കിൽ നിങ്ങൾ ഇത്ര ആൾക്കാരെ നേരിടാനും എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ഡയലോഗ് ശരി, വീഡിയോ പ്ലീസ്. ഹായ്, നമസ്കാരം. RJ സൂരജാണ്, ദോഹയിൽ നിന്നാണ് സംസാരിക്കുന്നത്. പ്രളയം വന്ന് വെള്ളം കയറി ഉള്ളതൊക്കെ വിട്ടെറിഞ്ഞിട്ട് ആൾക്കാർ പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയധികം സങ്കടകരമായിട്ടുള്ള വാർത്തകൾ നാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ. ഇതിനിടയിൽ ചില ആൾക്കാരെ കേരളത്തിൽ ഒരു തരത്തിലും ബന്ധപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലിരിപ്പുണ്ട്. അവർ 64ഓളം ക്യാമറകളാൽ ചുറ്റപ്പെട്ടിട്ട് അതിനിടയിൽ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് തോന്നും കേരളത്തിൽ വന്നിട്ടുള്ള ഈ പ്രളയമൊന്നും ഒരു വിഷയമേ അല്ല, ഒരു പ്രശ്നമേ അല്ല എന്നുള്ളത്. അവരുടെ പ്രശ്നങ്ങൾ അതിനു മേലെ തീവ്രമാണ്. ചില ആൾക്കാർ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല, ചില ആൾക്കാർക്ക് രാവിലെ മുട്ട കിട്ടിയില്ല, വീട് ആര് ക്ലീൻ ചെയ്യണം, ഭക്ഷണം ആര് പാകം ചെയ്യണം, ഇതൊക്കെയാണ് ആഗോളതരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് അവിടെ അവതരിപ്പിച്ച് കാണുന്നത്. അതിൻ്റെ മേലുള്ള തല്ലും പിടികളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
എന്തായാലും കേരളത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളിൽ മനുഷ്യൻ വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ഇത്രയും മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണുന്നത് കേരളത്തിലുള്ള ആൾക്കാർക്ക് സ്വയം ആശ്വസിക്കാനുള്ള ഒരു വകുപ്പ് നൽകുന്നുണ്ട്. പ്രളയമൊന്നും ഒരു പ്രശ്നമല്ലല്ലോ, ആ വീട്ടിലകപ്പെട്ട ഇത്രയും ആൾക്കാരുടെ പ്രശ്നങ്ങളാണല്ലോ ഏറ്റവും വലിയ പ്രശ്നമെന്ന് ആലോചിച്ചിട്ട് കേരളക്കാർക്ക് ഒന്ന് മനസ്സ് തണുപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അവർ കൊടുക്കുന്നത്. എന്തായാലും ഈ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് 100 ദിവസം തികച്ചിട്ട് ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ട് കേരളത്തിലെ ഈ കാഴ്ചകളൊക്കെ കാണുന്ന ആ ഒരു ദിവസം എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. ഏതായാലും തീവ്രമായ പ്രശ്നങ്ങളാൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്യാമറ കൂട്ടിലെ കിളികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. സൂരജ് അപ്പൊ പറഞ്ഞതുപോലെ 100 ദിവസം കഴിഞ്ഞ് ആ കിളികളെല്ലാം ദേ പറന്ന് നിന്റെ അടുത്ത് ചേക്കേറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സന്തോഷമായല്ലോ? സന്തോഷമായി. അപ്പൊ എന്തായാലും നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും എല്ലാം കൂടുതൽ സംസാരിക്കുന്ന ശബ്ദമുയർത്തുന്നതായിട്ടുള്ള ഒരു കുട്ടിയാണ് ദിയാസന. ദിയാസനക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയിട്ട് 2 വാക്കോ 3 വാക്കോ 4 വാക്കോ പറയാനുണ്ടായിരിക്കും. ദിയാസന. താങ്ക് യു ദീപ. ഈ ഫസ്റ്റ് എപ്പിസോഡില് ഇവനെ തന്നെ കാണാൻ പറ്റിയത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. സെറ്റപ്പില് ഹലോ 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 ഹലോ. എന്താ നീ വിചാരിച്ചേ? നീ വീട്ടിലിരുന്ന് ചിരിച്ചോണ്ടാണാടാ നീ ഈ പറഞ്ഞ പ്രളയത്തെ പറ്റി. നിങ്ങളവിടെ ഓംലെറ്റ് കിട്ടിയില്ല, മുട്ട കിട്ടിയിട്ടില്ല, അടിക്കാൻ വയ്യ, ഇതൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ ഒരു വീട്ടിനകത്താണ് കിടക്കുന്നത്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ കുറച്ചധികം സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ പല വ്യത്യസ്ത സ്വഭാവത്തിൽപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകൾ അവിടെ വന്ന് കിടന്ന് അവരെല്ലാരും കൂടെ വളരെ കഷ്ടപ്പെട്ട് നമുക്ക് തരുന്ന ലിമിറ്റഡ് റേഷൻ കൊണ്ട് ഭക്ഷണവും കഴിച്ച് നമുക്ക് തരുന്ന ടാസ്കും ഏറ്റെടുത്ത് നമ്മളെ മാനസിക നിലയും തെറ്റി നമ്മൾ വളരെ കഷ്ടപ്പെട്ടു. മാനസിക നില തെറ്റി മനസ്സിലായി. പക്ഷേ തീർച്ചയായിട്ടും കഷ്ടപ്പെട്ട് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്നപ്പോ നീ ഇവിടെ കിടന്ന് ഞങ്ങളെ പറ്റി കുറ്റം പറയുന്നു. ബഷീറിനെ എന്തുകൊണ്ടാണ് ഈ ഷോയിൽ ക്ഷണിച്ചെന്നറിയാമോ? അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം സാധാരണ നമ്മുടെ ബോയിങ്ങിന്റെ ഒരു പ്രോജക്ട് പ്ലാനിലേ ഉണ്ട് നമ്മുടെ ഈ പ്രോജക്റ്റിൽ വരുന്നതെല്ലാം പെൺകുട്ടികളാണെന്ന്. പക്ഷേ നിന്നെ വിളിച്ചെന്ന് 2 സുന്ദരിമായ ഭാര്യമാരുണ്ട്. വന്നു കഴിഞ്ഞപ്പോ തന്നെ ഇവൻ എന്നോട് പറഞ്ഞു ഇവന് കുറേ അധികം സംശയമുണ്ട്. എന്തൊക്കെയുണ്ട്? എനിക്ക് ഒരു സംശയമുണ്ട്, കാര്യമായിട്ടൊരു സംശയമുണ്ട്. എങ്ങനെയാണ് 2 ഭാര്യമാരെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്? ഹാൻഡിൽ ചെയ്യാറില്ല. ഹാൻഡിൽ വിത്ത് കെയർ. എങ്ങനെയാണ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ ഒരു ബുള്ളറ്റ് ഓടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഭാര്യ മുമ്പിൽ ഒരു ഭാര്യ ബാക്കിലും ആയിരിക്കോ, അല്ലെങ്കിൽ മൂന്നാമത്തെ ഭാര്യ അല്ല ഒരാൾ മൂന്നാമത്തെ സ്ഥാനത്താകുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ? ബുള്ളറ്റ് പോണെന്തിനാണ്? ബുള്ളറ്റ് പോകുമ്പോ ഏത് ഭാര്യക്കാരും ബുള്ളറ്റ്. അപ്പൊ കാറാണെങ്കിൽ മുമ്പിൽ രണ്ടുപേരും ബാക്കിയിരിക്കും. സൂരജിന്റെ ഈ ചോദ്യം നമുക്ക് എന്തായാലും സുഹാനയോടും മഷൂറയോടും നമുക്ക് ചോദിക്കാം. മഷൂറ 2ാമത് കല്യാണം കഴിച്ച ആളാണല്ലോ. അപ്പൊ മഷൂറയെ കല്യാണം കഴിക്കുമ്പോ സുഹാനക്ക് എതിർപ്പൊന്നും ഉണ്ടായില്ലേ? സൂരജ് എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്ന അറിയാമോ? ഇനി എന്തെങ്കിലുമൊക്കെ ഇനിയും നടക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സത്യം, ഇത് പോസിബിൾ ആണോ എങ്കിൽ ഞാൻ സംസാരിക്കണം. പക്ഷേ നിന്നെ പോലൊരാൾക്ക് നടക്കത്തില്ല, മനസ്സിലായി? ബഷീറിനെ പോലെ ഒരാൾക്ക് മാത്രമേ നടക്കത്തുള്ളൂ. അതെ, ബഷീറിനുള്ളതൊക്കെ അല്ലേ എനിക്കുള്ളത്? എനിക്കറിയില്ല. നമുക്ക് ഗെയിമിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളുടെ ഈ നല്ല ടീമിനെ എന്തായാലും നമുക്ക് രണ്ട് സ്ഥലത്തായിട്ട് ഇരുത്താം. ടീം എക്ക് ലെഫ്റ്റ് സൈഡ് ഇരിക്കാം, ടീം ബിക്ക് റൈറ്റ് സൈഡിൽ ഇരിക്കാം. പ്ലീസ്. സൂരജേ, അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ ആദ്യത്തെ ഗ്രാൻഡ് ഓപ്പണിംഗ് എപ്പിസോഡിനുള്ള സമയമായി. പക്ഷേ ആ ഗ്രാൻഡ് ഓപ്പണിംഗ് എപ്പിസോഡിലെ ആദ്യത്തെ ഗെയിം എന്താണ്? ഗെയിമിന്റെ പേരെന്താണ്? ഒരു സെക്കൻഡ്. 1 2 3. നീ പോ മോനെ ദിനേശ. എന്താണ് നീ പോ മോനെ ദിനേശ? നമ്മൾ ആ ഗെയിമിലെ പരിചയപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പരിചയപ്പെടേണ്ട ഒരു പൊസിഷൻ ഉണ്ട്. കാരണം നമ്മുടെ ഈ ടീം എയിലും ബിയിലും നിന്ന് 2 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ വിശിഷ്ട പൊസിഷനിൽ കൊണ്ടിരുത്തിക്കും. കാരണം നമുക്ക് കാണാം ഒരു സ്കോർ ബോർഡ് കാണാം, സ്കോർ ബോർഡിൽ 2 ക്യാരക്ടേഴ്സിനെ കാണാം. ആ ക്യാരക്ടേഴ്സിന്റെ പ്ലേസിലാണ് നമ്മൾ ടീം എയിൽ നിന്ന് ഒരാളെയും ടീം ബിയിൽ നിന്ന് ഒരാളെയും പ്ലേസ് ചെയ്യുന്നത്. ബാക്കി ഗെയിമിന്റെ ഫോർമാറ്റ് അവരെ നിർത്തിയതിനു ശേഷം നമുക്കറിയാം. ഞാൻ അവിടെ നിർത്താനായിട്ട് ആദ്യം ക്ഷണിക്കുന്നു ടീം എയിൽ നിന്ന് ഹിമ ശങ്കർ, ടീം ബിയിൽ നിന്ന് ബഷീർ. ആർക്കും കിട്ടാത്തൊരു പദവിയാണ്, അത്യുന്നത പദവിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അവിടെ നിന്ന് നിങ്ങൾ കാണുന്ന കാര്യങ്ങളെല്ലാം ഉയരങ്ങളിലായിരിക്കും. നിങ്ങളുടെ കാഴ്ചകളും വീഴ്ചകളും എല്ലാം ഉയരത്തിലായിരിക്കും. ബഷീറെ, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ എങ്ങനെയുണ്ട്? നല്ലൊരു വ്യൂ ആണ്. അവിടെ 2 ഹോള് കാണുന്നില്ലേ? ആ ഹോള് ഫില്ല് ചെയ്യാനുള്ള തലകളാണ് ഈ 2 തലകൾ. അപ്പൊ അവിടെ ചെന്നിട്ട് നല്ല ഭംഗിയായിട്ട് ചിരിച്ചിട്ട് പുറത്തേക്ക് തല നോക്കി ഇരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ചുറ്റിലും കുറെ സ്കോർ ബോർഡുകൾ കാണാം. ബാക്കി ഗെയിമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ വരുമ്പം പറയാം. ഓക്കെ? ഇപ്പൊ നിങ്ങളെ നമ്മൾ ആനയിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞു പോകാം. സാധാരണ നമ്മൾ
നമ്മൾ എപ്പോഴും പറയുന്നതാണ് ബസ്സിൽ കയറുമ്പോൾ കയ്യും തലയും പുറത്തിടരുന്നത്. പക്ഷെ നമ്മുടെ ഈ സ്കോർ ബോർഡിൽ കയറി കഴിഞ്ഞാൽ തല എപ്പോഴും പുറത്തിടണം. ബഷീറിനെ കാണുമ്പോൾ അണ്ണാൻ ചകിരിയും പിടിച്ചിരിക്കുന്ന പോലെയുണ്ട്. ഇനി ഗെയിമിന്റെ ബാക്കി ഫോർമാറ്റിനെ കുറിച്ച് പറയുകയാണ്. നമ്മൾ കാണുന്ന ആ സ്കോർ ബോർഡിൽ ഓരോ അധികം പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കാണുന്ന യെല്ലോ സർക്കിൾ ആണ്. അതിൽ എത്രയാ സൂരജ് പോയിന്റ്? 40 പോയിന്റ്. അടുത്ത് നമ്മൾ കാണുന്ന റെഡ് ആണ്. റെഡിൽ 60 ആൻഡ് 80 അതിന്റെ മിഡിലില്. ഇനി മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്കോർ ബോർഡിൽ മാത്രമല്ല പോയിന്റ്സ് ഉള്ളത്. അവിടെ നിൽക്കുന്ന ആളിന്റെ ഓപ്പോസിറ്റ് ടീമിന്റെ ആളിന്റെ മുഖത്ത് നമ്മൾ ഒരു ഇങ്ക് ബോൾ കയ്യിൽ തരും. ആ ബോൾ കൊണ്ടുവന്ന് ഇടിക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 100 പോയിന്റ്സ്. സ്വന്തം ടീമിന്റെ മുഖത്ത് അടിക്കുന്നുണ്ടെങ്കിൽ 0 ആയിരിക്കും പോയിന്റ്. ഫസ്റ്റ് ഗെയിമിൽ അടുത്ത് പരിചയപ്പെടേണ്ടത് റോളർ കോസ്റ്റർ പോലത്തെ ഒരു ചെയർ കാണാം. നിങ്ങൾ ആ ചെയറിലാണ് ഇരുത്തുന്നത്. അപ്പൊ ഞാൻ ഐശ്വര്യമായിട്ട് നമ്മുടെ ഫസ്റ്റ് ഗെയിമിൽ ആ വിശിഷ്ട ചെയറിലും ഇരുത്താൻ ക്ഷണിക്കുന്നു ടീം എയിൽ നിന്ന് ദിയാസന. ദിയാസനയുടെ ഒരു ഭാഗ്യം നോക്കിയേ, ഈ ഒരു കസേരയിൽ ആദ്യമായിട്ടിരിക്കുന്ന ഒരു കുറച്ച് മുന്നേ ടീം എ എന്റെ നമ്പർ എടുത്തപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ മനസ്സിൽ ടീം എ എടുത്തുകൊണ്ടാണ് ആ കുട്ടി അവിടെ ഇരിക്കുന്നത്. കസേരയ്ക്ക് സാധാരണ ഇക്കാലത്ത് എപ്പോഴും അടിയാണ്. പക്ഷെ ആ കസേരയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? പക്ഷേ തിരിച്ചു വരുമ്പോഴും ഈ ഇരിപ്പിന്റെ ആ സന്തോഷം എല്ലാം ഉണ്ടായിരിക്കണം. ഇനി ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ഗെയിമാണ്. ഈ കാല് ഇങ്ങനെ മറ്റേ രാജാവ് ഇരിക്കുന്ന പോലെ ഇരുന്നിട്ട് കാര്യമില്ല. ഈ കാല് ഇവിടെ തന്നെ ഊന്നണം. നമ്മുടെ ഗെയിമിന്റെ റൂൾസ് ആണ്. ഇനി ഒരിക്കലും കൈ ഹാൻഡ് റെസ്റ്റിൽ വെക്കാൻ പാടില്ല. കൈ ഇവിടുന്ന് എടുക്കുക. കയ്യിൽ ബോൾ വരും. ഒരിക്കലും ഈ ചെയർ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചെയറിൽ നിന്ന് എടുത്തു ചാടാൻ പാടുള്ളതല്ല. കാരണം ചെയറിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് താഴെ പോരും. ഇനി നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ഒരു ഇങ്ക് ബോൾ തരും. ആ സ്കോർ ബോർഡിൽ എറിയുക. സോ ഞാനപ്പോ ഐശ്വര്യമായിട്ട് ആ ഇങ്ക് ബോൾ എടുക്കുന്നു. സന്തോഷത്തോടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ബോയിങ്ങിന്റെ ആ ഫസ്റ്റ് ഗെയിമിലേക്ക് കടക്കുകയാണ്. ദിയാസന ഐശ്വര്യമായിട്ട് ബോൾ എടുത്ത് മനസ്സിൽ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് ആ ബഷീർ ബാഷിയുടെ മൂക്ക് നോക്കി എറിഞ്ഞേ. റെഡി? ഓൾ സെറ്റ്? യുവർ ടൈം സ്റ്റാർട്ട്സ്. നീ പോ മോളെ. ദിനേശ 3, 2, 1. Are you ready? Enjoy the ride. ജോക്കർ നിങ്ങളല്ലടാ, എന്തൊരു ഭംഗി. നീ ഒരു കാര്യം മനസ്സിലാക്കണം. പച്ച കളറിൽ ഫേഷ്യൽ ഇട്ട കുട്ടി കഥകളി പഠിച്ചിട്ടുണ്ടോ? ഇവനെ പോലെ ഒരുത്തനെ കൊണ്ട് എന്നെ ഇങ്ങനെ നീ അപമാനിപ്പിച്ചതിന് നീ അനുഭവിക്കോടാ ദീപ. നോക്കിയോ ഞാൻ എന്താ ചെയ്തേ? കൊള്ളിക്കാൻ പറഞ്ഞു എന്നെ മൂക്കിൽ വന്ന് അടിക്കുമെന്ന് പറയണ്ടേ? അല്ല, ഞാൻ ചോദിക്കുന്നത് അവന്റെ മൂക്കിൽ കൊള്ളിക്കാൻ പറഞ്ഞു. ഞാൻ നിന്റെ മൂക്കിൽ എറിയാൻ പറഞ്ഞു. ഇതെങ്ങനെ വന്നു? അത് ആദ്യം പറ. ഇതെങ്ങനെ വന്നു? നിന്റെ ആ ബോൾ അങ്ങോട്ട് എറിയേണ്ടതിന് പകരം നീ എന്താ ഇങ്ങോട്ട് എടുത്തടി? ഇതിന് ദിയ സങ്കടപ്പെടല, ഒരു പദവി തരാം. ഈ ചെയറിൽ ആദ്യമായിട്ടിരിക്കുന്നതും ആദ്യമായിട്ട് സ്വന്തം മൂക്കിന് എറികൊള്ളുന്നതുമായിട്ടുള്ള വ്യക്തിയായിട്ട് ദിയ മാറിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. സോ അളിയ കരയണ്ട, വിഷമിക്കണ്ട. എൻ്റെ ടീമിൽ നിന്ന് ഞാൻ ഇനി വിളിക്കാൻ പോകുന്നത് മഷൂറിയാണ്. വാ മുത്തേ, നമുക്ക് 80 പോയിന്റ് മതി, 100 വേണ്ട, 80 മതി. വാ. ശ്രദ്ധിക്കേണ്ട കാര്യം, കാല് സേഫായിട്ട് വെക്കുക. ഹാൻഡ് ഇവിടെ പിടിക്കരുത്. ബോള് ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഏതാ വെച്ചാൽ റെഡി? നീ പോ മോനെ. ദിനേശ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഫാമിലിയിലെ കുട്ടിയെ 100 കിട്ടിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിനക്കൊന്ന് ആത്മഹത്യ ചെയ്ത് കരഞ്ഞൂടെ? എനിക്ക് ആത്മഹത്യ ചെയ്യാൻ മനസ്സില്ല. കാരണം ഇതിന്റെ വലിയ വലിയ മത്സരങ്ങൾ ഇനിയും ഉണ്ട് ഇവിടെ. എക്സ്പീരിയൻസ് പറയൂ. Awesome, it was damn good. Okay. I loved it. Okay. എന്തായിരുന്നു അതിൽ പോയപ്പോ കണ്ട കാഴ്ച? മൂക്ക് തന്നെ കണ്ടോ? No, I didn't see her actually. ഒന്നും കണ്ടില്ല. No, I remembered my spirit of my life, that is my baby. Just I told.
പൊളിച്ചു. നമുക്ക് നമ്മുടെ കിതപ്പ് മാറുന്നില്ല. അങ്ങേയറ്റത്തെ സന്തോഷം. 0 and 100. അപ്പോ തീർച്ചയായിട്ടും ടീം എക്ക് ഗെയിമിനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട സമയമുണ്ട്. അതുവരേക്കും നിങ്ങൾ ചെറിയൊരു ഇടവേള എടുത്തുകൊള്ളൂ. ഞാനും ചെറിയ ഇടവേളയ്ക്ക് പോകുന്നു. ദിസ് ഇസ് ബോയിങ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ബോയിങ് ബോയിങ്. അപ്പോൾ തീർച്ചയായിട്ടും ചൂടേറിയ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ബ്രേക്കിന് മുന്നേ ഞാൻ പറഞ്ഞു എൻ്റെ ടീമിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. കാരണം സ്വന്തം മുഖത്തല്ല എറിയേണ്ടത്, സ്കോർ ബോർഡിലേക്കാണ് എറിയേണ്ടത്. കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു ശുഭ പ്രതീക്ഷയോട് കൂടി ഞാൻ എൻ്റെ ടീമിൽ നിന്ന് അടുത്ത് ക്ഷണിക്കുകയാണ് അഞ്ജലി അമീർ. അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി അഞ്ജലി അഞ്ജലി പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി പൊന്നി ഉൻ പെയருக்கு പൊന്നാഞ്ജലി കണ്ണി ഉൻ കുരலுக்கு ഗീതാഞ്ജലി കൺകാണ അഴകുக்கு കവിതാഞ്ജലി അഞ്ജലി അഞ്ജലി. എന്നോട് കാണിച്ച ഈ ഒരു പ്രണയത്തിന്റെ സ്നേഹവും തീവ്രതയും നമ്മുടെ സ്കോറിലൂടെ കാണിക്കുക. ഞാനത് അഞ്ജലിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനും പ്രാർത്ഥിക്കുന്നു, അഞ്ജലിയും പ്രാർത്ഥിക്കുക. സന്തോഷത്തോടു കൂടി, പ്രാർത്ഥനയോടുകൂടി. അഞ്ജലി ഒരു 40 പോയിന്റ് കൊടുത്തേക്ക്. അഞ്ജലി അഞ്ജലി ശ്രദ്ധിക്കേണ്ട കാര്യം, ലെഗ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. കുറച്ചുകൂടെ നീ പോ മോളെ. ദിനേശ എന്താ സംഭവിച്ചവിടെ? ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ദീപ 80 കിട്ടുന്നു. എനിക്ക് ആ എനർജി തിരിച്ചു കിട്ടിയത് നിന്നിലൂടെയാണ് അഞ്ജലി. അപ്പൊ ഒരു നല്ലൊരു കയ്യടി പ്ലീസ്. താങ്ക് യു ഡിയർ. 100 പോയിന്റുമായിട്ട് മുന്നിൽ നിൽക്കുന്ന എന്റെ ടീമിൽ വീണ്ടും ഒരു 100 പോയിന്റ് വേണ്ട, 80 പോയിന്റ് മതി. അത് നേടിത്തരാൻ വേണ്ടിയിട്ട് സുഹാന. നമ്മുടെ ഒറ്റൊരു ലക്ഷ്യം അപ്പുറത്തെ മൂക്ക് മാത്രമാണ്. ബഷീറിനെ നീ എന്തായാലും അറിയില്ല, അതെനിക്കറിയാം. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ആ മൂക്കിലേക്ക് കൊള്ളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, 80 പോയിന്റ് മതി. നമുക്ക് ഇത്രയൊക്കെ മതി. ഇതിൽ ഇവരുടെ അഹങ്കാരം നമ്മൾ കാണിച്ചിട്ടില്ല. ഒന്ന് ഐശ്വര്യമായിട്ട് എടുത്തോ, ആലോചിച്ചിട്ടെടുത്തോ. അവൾ അതുപോലെ എടുത്തു. അത് തകരണം. റെഡി? നീ പോ മോളെ. ദിനേശ എന്റെ ചങ്കുകൾ ചേർന്നുകൊണ്ട് 180 പോയിന്റ് ആണ് ഈ റൗണ്ടിൽ നേടുന്നത്. സൂരജേ, നീ എന്നോട് ശരിക്കും ഒരു നന്ദി പറയേണ്ട സമയമാണ്. കാരണം നീ ആദ്യം നിന്റെ ടീമിനെ മനസ്സിലാക്കി തന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സൂരജിനോട് പറയുന്നു, എനിക്ക് ഇവരെ രണ്ടുപേരുടെയും കഴിവിനെ നേരത്തെ മനസ്സിലാക്കിയിട്ടാണ്. കാരണം ഫസ്റ്റ് എപ്പിസോഡ് നിന്നെ ഒരു വിഷമം വരുത്തണ്ടെന്ന് വിചാരിച്ച് ഈ രണ്ടുപേരെ നിനക്ക് ഞാൻ തന്നത്. സൂരജേ, അപ്പൊ നീ സന്തോഷമായല്ലോ. അപ്പൊ എന്താണ് എക്സ്പീരിയൻസ് പറയൂ. എക്സ്പീരിയൻസ് ആ ചേർന്ന് നമ്മൾ കണ്ട കാഴ്ച എന്താണ്? ബഷീറിനെയാണോ ഹിമയാണോ? ഞാൻ ബഷീറിനെ നോക്കിയതേ ഇല്ല, ഹിമനെ മാത്രം ട്രൈ ചെയ്തു. പക്ഷെ അപ്പൊ തീർച്ചയായിട്ടും ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ബഷീറിനെയും ഹിമാശങ്കറിനെയും നമുക്ക് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാം. How was the experience? നിങ്ങളുടെ ടീമിനായിരിക്കും ഒരുപാട് എക്സ്പീരിയൻസ് പറയാനുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചോളൂ. ബഷീർ പറയൂ. സത്യം പറഞ്ഞ അവിടെ നിന്നപ്പോ നടുപോയി. പക്ഷേ ഹിമക്കിട്ടുള്ള ഇപ്പോഴത്തെ ഈ ലുക്കിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? എനിക്ക് സ്കോർ പറയണ്ട്. വളരെ ആവേശത്തോടെ സ്കോർ പറയണം. ഭയങ്കര ആവേശം. നീ പോമോനെ ദിനേശ എന്നുള്ള റൗണ്ട് കഴിയുമ്പോ എന്റെ ചുണക്കുട്ടികൾ ടീം ബി നേടിയിട്ടുള്ളത് 180 പോയിന്റ്. ടീം എ നേടിയിരിക്കുന്നത് 80 പോയിന്റ്സ് ആണ്. പക്ഷേ മത്സരങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. മത്സരങ്ങൾ ഇതിലും വലിയ മത്സരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുവരേക്കും ബോയിങ്ങിൽ ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. അപ്പോ ബോയിങ്ങിൽ മോന് ദിനേശ കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ അടുത്ത റൗണ്ട് നടക്കാൻ പോകുന്നത്. എന്താണ് സൂരജ് അതിന്റെ പേര്? തോമസ് വിട്ടോള.
അപ്പൊ ഇനി നമ്മൾ എന്താണ് തോമസ് കുട്ടി വിട്ടോട എന്ന ഗെയിമിനെ കുറിച്ച് അറിയാൻ പോകുന്നതേ ഉള്ളൂ. നമുക്കിവിടെ കാണാം ഒരു റോളിംഗ് ട്യൂബ് കാണാം. നമ്മൾ നിങ്ങളോട് എല്ലാവരോടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷെ ചോദ്യം ചോദിക്കുന്നതിന് മുന്നായി ടീം എയിൽ നിന്നും ടീം ബിയിൽ നിന്ന് 2 പേര് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കീപ്പ് ചെയ്ത് നിൽക്കുക. റൈറ്റിലും ലെഫ്റ്റിലും നിങ്ങൾക്ക് കാണാം ഹാമർ വെച്ചിരിക്കുന്നു, കൂടാതെ ഒരു ഡോങ് തൂക്കിയിരിക്കുന്നതും കാണാം. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ റൺ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഓടാൻ പാടുള്ളൂ. റൺ പറയുന്നതിന് മുന്നേ നിങ്ങൾ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോങ്ങിൽ ഒരിക്കലും ഹാമർ എറിയാൻ പാടുള്ളതല്ല. മനസ്സിലായല്ലോ? ഡോങ്ങിൽ ഒരിക്കലും ഹാമർ എറിയാൻ പാടില്ല. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 1 2 3 സ്റ്റാർട്ട് പറഞ്ഞ് റൺ പറയും, എന്നിട്ട് മാത്രമേ ഓടാവൂ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു മൈക്ക് കാണാം. മൈക്കിന്റെ കറക്റ്റ് പ്ലേസിൽ വന്ന് ഉത്തരം പറയുക. ഉത്തരം ശരിയാണെങ്കിൽ യു വിൽ ഗെറ്റ് 50 പോയിന്റ്സ്. ഓക്കെ ഓഡിയൻസ്, നല്ലൊരു കൈയടി കൊടുക്കൂ. അപ്പോ എന്തായാലും ഞാൻ ടീം എയിൽ നിന്ന് ആദ്യം വിളിക്കുന്നത് അഞ്ജലിയെയാണ്. അഞ്ജലി വരുമ്പോ ഇപ്പുറത്ത് നിന്ന് ബഷീർ വരും. ചോദ്യം വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചു കേൾക്കണം. 4 കാലുണ്ട്, പക്ഷെ ഓടാൻ പാടില്ല. 1 2 3 റൺ. ചോദ്യം ഞാൻ ഒരിക്കൽ കൂടെ അഞ്ജലിയോട് ചോദിക്കുകയാണ്. 4 കാലുണ്ട്, പക്ഷേ ഓടാൻ കഴിയത്തില്ല. ചെയറോ? മുരുക, ഇത് കറക്റ്റ് ആണോ? അപ്പോ തോമസ് കുട്ടി വിട്ടോട ഫസ്റ്റ് റൗണ്ടിൽ നമ്മുടെ അഞ്ജലിയും പോയി, ബഷീറും പോയി. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് എല്ലാത്തിലും നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യണം. അപ്പം തീർച്ചയായിട്ടും അഞ്ജലിയുടെ ഒരു അനുഭവം പറഞ്ഞേ. ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് വഴക്കി വീഴുന്നു, പക്ഷെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റി. ബഷീറിനെ നമുക്ക് ഒരുവിധം ചെറിയ ഗെയിമിലൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. ബഷീറിന് എന്താ ശരിക്കും ഇവിടെ പറ്റിയത്? ആ ചോദ്യം കേട്ടപ്പോഴത്തേക്ക് അതിന്റെ ആൻസർ ആലോചിച്ച് കുറച്ചേരം നിന്ന് സ്തംഭിച്ചു പോയി. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ തുറുപ്പുകുലാനെ വിട്ട് നമ്മൾ 50 പോയിന്റ് നേടിയിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ വീണ്ടും ഡോങ്ങിൽ അടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾ അടിച്ചു കഴിഞ്ഞിട്ട് മറ്റൊരാൾക്കും അടിക്കാൻ സാധിച്ചാൽ നല്ലതാണ്. കാരണം ചിലപ്പോൾ ഒരാൾക്ക് ആൻസർ പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആളിനാണ് ആ ചാൻസ് കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത ആൾ ഒരാൾ അടിച്ചു എന്ന് ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. വീണ്ടും ഡോങ്ങിൽ അടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ആ ചാൻസിനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് നമ്മുടെ ടീം എയിൽ നിന്ന് ഹിമാശങ്കർ, ടീം ബിയിൽ നിന്ന് മഷൂറ. അപ്പോൾ നിങ്ങളുള്ള ചോദ്യം ഇതാണ്, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 25ാമത്തെ ലെറ്റർ ഏതാണ്? ഇംഗ്ലീഷ് ആൽഫബറ്റിലെ 25ാമത്തെ ലെറ്റർ ഏതാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 റൺ. അപ്പൊ സാധാരണ നമ്മുടെ ഗെയിമിൽ ചെറിയ ചെറിയ പണിഷ്മെന്റും ഉണ്ട്. കാരണം നല്ല രീതിയിലുള്ള ഒരു ഓട്ടമായിരുന്നു, പക്ഷേ ആരംഭത്തിൽ തന്നെ അവർ വീണുപോയി. പക്ഷേ ആ വീഴ്ചയിൽ മഷൂറ കുറച്ച് വെള്ളം കുടിച്ചു, പക്ഷെ ഹിമ വെള്ളം കുടിച്ചില്ല. നല്ല വീഴ്ചയായിരുന്നു. പക്ഷേ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചെറിയ പണിഷ്മെന്റ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഹിമാശങ്കറിനാണ്. ഹിമ, രണ്ടുപേരും കയറി വരൂ പ്ലീസ്. നമ്മുടെ ബോയിങ്ങിലെ മറ്റൊരു സെഗ്മെന്റ് ആണ് ചെറിയ ചെറിയ പണിഷ്മെന്റുകൾ. ഈ ആചാരം നമ്മുടെ ആദ്യമായിട്ട് ആചാരം ഐശ്വര്യമായിട്ട് തുടങ്ങുന്നു. എന്താണ് ആ പ്രോപ്പർട്ടി എന്ന് ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയാണ്. കരകാട്ടം. അപ്പൊ തീർച്ചയായിട്ടും ഹിമാശങ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്, അതുപോലെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ പ്രോഡക്റ്റ് ആണ്. അപ്പോ തീർച്ചയായിട്ടും ഹിമ ഇതിൽ സ്കോർ ചെയ്യും. ഹിമ, അപ്പോൾ ഈ ഒരു കരകാട്ടം ആടാൻ വേണ്ടി പോകണം. അതിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇവിടെ നിന്നിട്ടൊന്നല്ല ആടാൻ പോണത്. ഹിമാശങ്കറിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ഉണ്ടാവും, സൂരജും ഉണ്ടാവും. റെഡിയല്ലേ? பூங்குயிலே பூங்குயிலே சேரி ஒன்று கேடு ஒன்ன
അടുത്ത് നമ്മുടെ റോളിംഗ് ട്യൂബിൽ കയറാനുള്ള ചാൻസ് ടീം എയിൽ നിന്ന് ദിയാസന ആൻഡ് സുഹാന. ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇതൊരു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഏതാണ്? ഒന്നാം രാഗം പാടി എന്നുള്ള പാട്ടില്ലേ, ഒന്നാം രാഗം പാടി, അതിന്റെ ബാക്കി പാടി. അതിന്റെ ബാക്കി നിങ്ങൾ പാടണം. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 റൺ. സുഹാന പാടിക്കോ. ഒന്നാരാകും പാടി തന്നോടെല്ലാം ചൊല്ലി. എന്താ എന്തിനോട് ചൊല്ലി? തന്നോടെന്തോ. ഈ തന്നോട് ചൊല്ലുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ പാട്ട് അതല്ല. സുഹാനയുടെ ചാൻസ് എന്തായാലും കഴിഞ്ഞു. അപ്പൊ എന്തായാലും ദിയെ സംബന്ധിച്ച് മറ്റൊരു കാര്യം നമ്മൾ പ്രേക്ഷകർ അറിയേണ്ടത് നല്ല എക്സലന്റ് സിംഗറും കൂടെയാണ്. പക്ഷേ എന്തായാലും ആൻസർ പറയാൻ മാർക്ക് കിട്ടത്തില്ല. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ വടക്കുനാഥന്റെ മുന്നിൽ പാടുവതും രാഗമേ തേടുവതും രാഗമ ദേവനും അനുരാഗിയ മമ്പലപ്രാവേ. സാധാരണ നമ്മൾ ഈ വെള്ളത്തിൽ കിടന്ന് സാധകം ചെയ്യുക എന്ന് പറയില്ലേ, അതുപോലെ ദിയ വെള്ളത്തിൽ കിടന്ന് സാധകം ചെയ്തപ്പോ കുറച്ച് ശബ്ദം കുറച്ച് ഓപ്പൺ ആയി. മുരുക ഇത് കറക്റ്റ് ആണോ? ഇത് കറക്റ്റ് ആണോ? ടീം എയിൽ നിന്ന് ക്ഷണിക്കുന്നത് അഞ്ജലി അമീർ. എന്റെ ടീമിൽ നിന്ന് ബഷീർ വീണ്ടും യുദ്ധത്തിൽ ഇറങ്ങുന്നു. സിമ്പിൾ ചോദ്യം എന്ന് പറഞ്ഞാൽ അത്രയും സിമ്പിൾ ചോദ്യമാണ്. പഞ്ചാബി ഹൗസിൽ ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്ത്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 റൺ. ആർക്കെങ്കിലും ഉത്തരം അറിയോ? എനിക്കറിയാം. പറയും. രമണൻ. മുരുക ഉത്തരം ശരിയാണോ? ചോദ്യം ചോദിക്കാനായിട്ട് നമുക്ക് ക്ഷണിക്കേണ്ടത് ദിയാസന ആൻഡ് സുഹാന. സ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 3 മലയാള സിനിമയുടെ പേര് പറയാ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 1 2 3 റൺ. അപ്പൊ ഒരിക്കലും ചോദ്യം, സ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 3 മലയാള സിനിമയുടെ പേര് പ്ലീസ്. സല്ലാപം. ഓക്കെ. സമർപ്പണം. സർഗം. ഇത് ശരിയാണോ മുരുക? അപ്പോ നമ്മുടെ തോമസ് കുട്ടി വിട്ടോട മത്സരം അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സൂരജ്, നമ്മുടെ സ്കോർ നിലവാരം അറിയട്ടെ? അപ്പോ ടീം എ നേടിയിരിക്കുന്നത് 180 പോയിന്റ്സ് ആണ്. ടോട്ടൽ 180 നിങ്ങൾ നേടി. ഞങ്ങൾ ഇപ്പൊ ടോട്ടൽ 180 നേരത്തെ 180 തന്നെ നിൽക്കും. ഇപ്പൊ നമ്മൾ തുല്യ ദുഃഖിതരായോ? തുല്യ ദുഃഖിതരല്ല, തുല്യ സന്തോഷം തന്നെ പറയാം. ഞങ്ങൾക്ക് അങ്ങനെ ദുഃഖമൊന്നുമില്ല. ബോയിങ്ങിൽ മത്സരത്തിന്റെ 2 റൗണ്ട് ഫിനിഷ് ചെയ്യുമ്പോൾ ഞങ്ങൾ ചെറിയൊരു ഇടവേളയ്ക്ക് പോവുകയാണ്. പക്ഷേ ഇടവേള കഴിഞ്ഞാൽ വീണ്ടും വരുന്നത് അതിലും വലിയ മത്സരമാണ്. അതുവരയ്ക്കും ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ബോയിങ്ങിന്റെ 3ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവാണ്. 3ാമത്തെ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 റൗണ്ടാണ്. ആ റൗണ്ടിന്റെ പേരാണ് താമരശ്ശേരി ചുരം. നമ്മൾ ബോയിങ്ങിൽ പരിചയപ്പെടേണ്ട 2 വിശിഷ്ട വ്യക്തികളുണ്ട്. മറ്റാരുമല്ല, താമരശ്ശേരി ചുരത്തിന് മുകളിൽ നിൽക്കുന്ന ജില്ലു ബില്ലു. താമരശ്ശേരി ചുരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു സ്ലിപ്പറി വാക്കിംഗ് വേ അല്ലേ? അപ്പൊ ഇതിൽ എങ്ങനെ കയറേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
താമരശ്ശേരി ചുരത്തിന് മുകളിൽ റെഡ് ഫ്ലാഗ് കാണാം, ബ്ലൂ ഫ്ലാഗ് കാണാം അല്ലേ? അപ്പോൾ ഒരു ഫ്ലാഗ് കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് 200 പോയിന്റ്സ് ആണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾ ആ പൊസിഷനിൽ നിൽക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഗിന്റെ കളറിന് ഓപ്പോസിറ്റ് വേണം നിൽക്കാൻ. ഇനി നിങ്ങൾ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കയ്യിലെ നൈൽ ഉപയോഗിച്ച് റെക്സിൻ കീറാൻ പാടുള്ളതല്ല. പിന്നെ സൈഡ് വാളിൽ പിടിച്ച് കയറാനും പാടില്ല. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം എക്ക് പരസ്പരം വേണമെങ്കിൽ സഹായിക്കാം, ടീം ബിക്കും അതുപോലെ പരസ്പരം സഹായിക്കാം. ഇനി നിങ്ങൾക്ക് ടോട്ടലി 500 സെക്കൻഡ് സമയമുണ്ട്. 500 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഈ ടാസ്ക് അച്ചീവ് ചെയ്താൽ മതി. ഏറ്റവും അവസാനം എത്ര ആൾക്കാർ മുകളിലുണ്ട് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും പോയിന്റ് വരിക. ഈ മത്സരത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ 2 ടീമും ഇപ്പോൾ നിൽക്കുന്നത് ടൈ പൊസിഷനിലാണ്. ഇനി താമരശ്ശേരി ചുരം റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടൈ പൊസിഷൻ നമുക്ക് ബ്രേക്ക് ചെയ്യാനുള്ള വലിയൊരു ചാൻസ് ആണ്. നല്ലൊരു കൈയടി പ്ലീസ്. നിങ്ങൾ റെഡിയാണോ? Your time starts now. മഷൂര, മഷൂര, മാസ് മഷൂര, മാസ് മഷൂര. You can. മഷൂര, മഷൂര, മഷൂര. Yes, yes. Yes, Mashura. Yes, yes, Mashura. Super, Mashura and Suhana. Up, Bashir. Up, Bashir. എന്താ കാണിക്കുന്നത് അവിടെ? Last very few minutes. പാടിക്കരുത്, ജിന്നുവിനെ മാനഭംഗപ്പെടുത്തരുത്.
അയ്യോ ഓക്കെ, അപ്പോ നമ്മൾ ടീം എയും ടീം ബിയും ബില്ലുവിനോട് കൂടി ചുരം ഇറങ്ങുകയാണ്. താമരശ്ശേരി ചുരം ഇറങ്ങിക്കോളൂ. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ബോയിങ്ങിലെ ഈ എല്ലാ മത്സരം കഴിഞ്ഞു? അടിച്ചുപൊളിയായിരുന്നു കേട്ടോ. അടിച്ചുപൊളിയായിരുന്നു, എൻജോയ് ചെയ്തു. പിന്നല്ലാതെ ഇത് കഴിഞ്ഞ് അവിടെ നിന്നപ്പോഴാണ് ഞാൻ എന്തൊക്കെ കാട്ടിക്കുട്ടിന്ന് ആലോചിച്ചു പോയത്. ദിയ പറയൂ എക്സ്പീരിയൻസ്. ഞങ്ങൾ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. ഞങ്ങൾ 2 ടീംസും ഞങ്ങൾ എൻജോയ് ചെയ്താണ് ചെയ്തത്. സോ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഞങ്ങളെ ഇവിടെ വിളിച്ചതിന് സീ കേരളത്തിനോട് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഏറ്റവും കൂടുതൽ അനുഭവങ്ങളുമായിട്ട് പോകുന്ന ആളാണ് ദിയ. മൂക്കിനേറിയിട്ട് ഈ വെള്ളത്തിൽ കൂടെ ഒന്നും പറയണ്ട, ഫുൾ ആഘോഷം. വാട്ട് അബൌട്ട് അഞ്ജലി? എന്താ പറയാ, സത്യം ദീപ, അമ്യൂസ്മെന്റ് പാർക്കിൽ പോയാൽ കൂടെ ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടില്ല. ബഷീറിന് ഡബിൾ ടാസ്ക് ആയിരുന്നു. അതായത് രണ്ടുപേരെയും കെയർ ചെയ്യണം, സ്വന്തം കാര്യവും നോക്കണം. അതല്ല, ബഷീറിന് വേറെ ടെൻഷൻ ഉണ്ടായിരുന്നു. 2 ഭാര്യമാരും കയറി, ഞാൻ മാത്രം ഇങ്ങനെ എല്ലാത്തിലും ബാക്കിലേക്ക് നാണക്കാടല്ലേ, നാട്ടുകാർ പറയില്ലേ. അല്ല, അത് മാത്രമല്ല, എനിക്ക് വിരിക്കണ്ടിരിക്കാൻ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷനാണ് കൂടുതൽ. മഷൂറാണെങ്കിൽ ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് കയ്യാ കാരണം എന്തെങ്കിലും ഉളുക്കൊക്കെ വരുവാന്നായിരുന്നു. ഞാൻ ഭയങ്കര ടെൻഷൻ. അതേപോലെ തന്നെ സോനും ഓസം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുപോലെ തന്നെ വാട്ടർ തീം പാർക്ക് അങ്ങനെ എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുകൂടാതെ ഫാമിലി ആയിട്ട് ഇത് എൻജോയ് കൂടുതൽ ചെയ്തു ഞങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും സ്കോർ അറിയാൻ സമയമായി. ടീം എ ഫസ്റ്റ് റൗണ്ടിൽ നേടിയിരിക്കുന്നത് 80 പോയിന്റ്സ് ആണ്. സെക്കൻഡ് റൗണ്ടിൽ 100 പോയിന്റ്സ് ആണ്. തേർഡ് റൗണ്ടിൽ 400 പോയിന്റ്സ് ആണ്. ടോട്ടൽ 580 പോയിന്റ്സ്. സന്തോഷത്തോടുകൂടി നമുക്ക് ടീം ബിയുടെ സ്കോർ അറിയാം. ടീം ബി എല്ലാ റൗണ്ടിൽ കൂടെ നേടിയിരിക്കുന്നത് 780 പോയിന്റ്. അപ്പോൾ ഇന്നത്തെ മത്സരങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ആരെന്ന് പറയുന്നതിന് മുന്നേ ഇയാളെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ജീവിതത്തിൽ വളരെയധികം പോരാട്ടങ്ങൾ കഴിഞ്ഞ് അതിലെല്ലാം വിജയമായിട്ട് വന്ന ഒരാളുമാണ് ഇന്നത്തെ മത്സരത്തിലെ ബെസ്റ്റ് പെർഫോമർ ആയത്. മറ്റാരുമല്ല, നമ്മുടെ മമ്മൂക്കയുടെ നായികയായിട്ട് വന്ന പേരൻപ് മൂവിയിലൂടെ നായികയായിട്ട് വന്ന അഞ്ജലി അമീറാണ് ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ. അഞ്ജലിക്ക് ലഭിക്കുന്നു സെബ്രോണിക്സ് ഇന്ത്യസ് ലാർജസ്റ്റ് മൾട്ടിമീഡിയ സ്പീക്കർ നൽകുന്ന ഒരു കിടിലൻ LED TV. അപ്പോ ബോയിങ്ങിന്റെ മനോഹരമായ അടിപൊളി എപ്പിസോഡിന് അവസാനമായി. പക്ഷേ ഇന്നേക്ക് മാത്രമാണ് പോകുന്നത്. നാളെ ഞങ്ങൾ ഇതേ സമയം വീണ്ടും വരുന്നതാണ് മറ്റൊരു എപ്പിസോഡിൽ മറ്റ് അടിപൊളി കണ്ടസ്റ്റൻസുമായിട്ട്. അതുവരയ്ക്കും ബോയിങ്ങിൽ ചെറിയൊരു സൈൻ ഓഫ്. ദിസ് ഇസ് ദീപൻ മുരളി ആൻഡ് സൂരജ്.